ദീൻ ഇലാഹി എന്നാൽ ദൈവത്തിന്റെ ജീവിതശൈലി എന്നർത്ഥം. ദൈവത്തിന്റെ ജീവിതശൈലിയാണ് ദൈവത്തിന്റെ മതം. ദൈവം എത്രത്തോളം പുരാതനമാണോ അത്രത്തോളം പുരാതനമാണ് ദൈവത്തിന്റെ മതവും. ദൈവം പൂർണ്ണമായും സ്നേഹമാണ്. അവൻ തന്റെ ഗുണവിശേഷങ്ങൾ അനുദിനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ജീവിതശൈലി സ്വീകരിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ മതം സ്വീകരിച്ചുകൊണ്ടാണ്. അതിന്റെ അതുല്യമായ പ്രകൃതമോ സൂക്ഷ്മമായ പ്രയോഗമോ ഗ്രഹിക്കാൻ പല മതപണ്ഡിതർക്കും കഴിഞ്ഞെന്നു വരില്ല. ദൈവത്തിന്റെ മതം എല്ലാ മതങ്ങൾക്കും മീതയാണ്. സുഹൃത്തുക്കളെ, നമസ്കാരം. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ദീൻ ഇലാഹി എന്ന ഗ്രന്ഥത്തിൽ നിന്നുമാണ് ഇത് വായിച്ചത്. ഇന്ന് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ദീൻ ഇലാഹി എന്ന ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ആത്മീയ അന്വേഷികളും, നിങ്ങൾ ഏത് മതക്കാരനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. ദീൻ ഇലാഹി എന്നാണ് ഇതിന്റെ ഹെഡിങ്. ദീൻ ഇലാഹി എന്ന് പറയുമ്പോൾ അക്ബർ ചക്രവർത്തി കൊടുന്ന ദീൻ ഇലാഹിയൊക്കെ പലരുടെ ഓർമ്മയിലേക്കും വരും. എന്നാൽ അതുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. മറിച്ച് ദൈവം, നമുക്കറിയാം, കാലാകാലങ്ങളായി ഋഷിവര്യന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ ഇവിടെ അയച്ചിട്ടുണ്ട്. അവരൊക്കെ കൊണ്ടുവന്നത്, പ്രധാനമായിട്ടും അവർ കൊണ്ടുവന്നത് മനുഷ്യർക്കായി ദൈവം നൽകുന്ന മതമാണ്, ജീവിത രീതിയാണ്. എന്നാൽ ഈ ദൈവത്തിന് തന്നെ ഒരു ജീവിത രീതിയുണ്ട്. അതാണ് ദൈവത്തിന്റെ മതം, ദൈവത്തിന്റെ ജീവിത രീതി, ദീൻ ഇലാഹി. തീർച്ചയായിട്ടും അവസാന കാലത്ത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആത്മീയത ഇറങ്ങുന്ന കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ദീൻ ഇലാഹി അവതരിച്ചിരിക്കുന്നു. ഈ ഗ്രന്ഥം നിങ്ങൾ സൂക്ഷ്മമായിട്ട് ആത്മ അന്വേഷികളാണെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടതാണ് എന്ന് ആവർത്തിക്കുകയാണ്. ഹസ്രത്ത് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി എഴുതിയ ആമുഖം. കൈകടത്തലുകൾ വന്നു ചേർന്നിട്ടില്ലെങ്കിൽ ദൈവിക ഗ്രന്ഥങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ട എല്ലാ മതങ്ങളും ശരിയാണ്. മതങ്ങൾ കപ്പലുകളെ പോലെയാണ്. മതപണ്ഡിതന്മാർ അതിന്റെ നാവികരും. ഏതെങ്കിലും ഒന്നിന് തകരാർ സംഭവിച്ചാൽ ലക്ഷ്യസ്ഥാനത്തിലെത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഔലിയാക്കൾ തകർന്ന കപ്പലിനെ പോലും സുരക്ഷിതമായി കരയിലെത്തിക്കുന്നു. ആത്മീയമായി തകർന്ന ആളുകൾ ഔലിയാക്കൾക്ക് ചുറ്റും കൂടുന്നത് ഇക്കാരണത്താലാണ്. ദൈവത്തോടുള്ള സ്നേഹമാണ് എല്ലാ മതങ്ങളെക്കാളും വലുത്. എല്ലാ മതങ്ങളുടെയും സത്തയും അതുതന്നെ. ദൈവിക പ്രകാശം നേർമാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന വിളക്കാകുന്നു. അറിവിന്റെ 3 ഭാഗം ബാഹ്യമായ അറിവും 1 ഭാഗം ആന്തരികമായ അറിവുമാണ്. അത് കിളർ അലിസ്സലാമിന് അഥവാ വിഷ്ണു മഹാരാജ് പകർന്നു നൽകി. ദൈവപ്രേമമാണ് ദൈവസാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗം. ഹൃദയത്തിൽ ദൈവസ്നേഹമില്ലാത്തവനേക്കാൾ ഭേദം ഒരു നാഴയാണ്. കാരണം ഒരു നാഴ തന്റെ യജമാനനെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം മുഖേന അത് തന്റെ യജമാനന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നു. അല്ലാത്ത പക്ഷം ഒരു അശുദ്ധനായ നാഴയെയും ദൈവികമായി പടക്കപ്പെട്ട മനുഷ്യനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ സ്വർഗവും അതിലെ ഹൂറികളെയുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ധാരാളമായി ആരാധനകളിൽ ഏർപ്പെട്ടുകൊള്ളുക. അങ്ങനെ നിങ്ങൾ ഏറ്റവും ഉയർന്ന സ്വർഗം ലഭിക്കട്ടെ. നിങ്ങൾ ദൈവത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ആത്മീയതയും പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് ദൈവത്തിലേക്ക് എത്തിച്ചേരാനാകും. ദീൻ ഇലാഹി. ഈ ഗ്രന്ഥം എല്ലാ മതങ്ങളും എല്ലാ മതകക്ഷികളും എല്ലാ മനുഷ്യരും ശ്രദ്ധയോടെ പഠിക്കേണ്ടതും ഗവേഷണം ചെയ്യേണ്ടതുമാണ്. ആത്മീയതയെ നിഷേധിക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയുമാണ് ഈ ഗ്രന്ഥം. റിയാസ് ഗോഹർ ഷാഹി അവരുകൾ ആത്മീയ അന്വേഷികളുടെ ഹൃദയങ്ങളെ ദൈവനാമത്താൽ പ്രകാശിപ്പിക്കുന്നു. മഹാനവരുകളുടെ ആത്മീയ കൃപയും അനുഗ്രഹങ്ങളും മുഴുവൻ മാനവരാശിക്കും വേണ്ടിയുള്ളതാണ്. അവിടെ ജാതി മതവർഗ വ്യത്യാസങ്ങളില്ല. ആത്മീയ ശാസ്ത്രത്തിന്റെ പ്രായോഗിക വിജ്ഞാനത്തിലൂടെ മഹാനവറുകൾ അന്വേഷികളുടെ ആത്മാക്കളെ ദൈവികമായി ഉണർത്തി അവരെ ആത്മസാക്ഷാത്കാരത്തിന്റെയും ദൈവസാക്ഷാത്കാരത്തിന്റെയും ഉന്നത തലങ്ങളിൽ എത്തിക്കുന്നു. മഹാനവറുകൾ പറയുന്നു, ഏത് മതക്കാരനാണെങ്കിലും ഹൃദയത്തിൽ ദൈവപ്രേമമുള്ളവനാണ് എല്ലാവരെക്കാളും ശ്രേഷ്ഠർ. ഗോഹർ ഷാഹി അവറുകൾ ഈസാ നബിയുടെ യേശുക്രിസ്തു 2ാം വരവിനെ അറിയിക്കുന്നു. 1997 അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ വെച്ച് ഈസാ നബി ഗോഹർ ഷാഹി അവറുകളെ സന്ദർശിച്ചു. ദൈവാന്വേഷികൾക്കായുള്ള ഒരു അമൂല്യ സമ്മാനമാണ് ദീൻ ഇലാഹി അഥവാ ദൈവത്തിന്റെ മതം എന്ന ഈ ഗ്രന്ഥം. സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന ആത്മീയ രഹസ്യങ്ങളുടെ പൊരുളുകൾ അനാവരണം ചെയ്യുന്നു ഈ വിശുദ്ധ ഗ്രന്ഥം. നിരവധി പേരുകൾ, ഒരു വ്യക്തിത്വം, ഇമാം മഹദി, കൽക്കി അവതാരം, വാഗ്ദത്ത മിശിഹ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, ധാരാളം പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ദൈവം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ഏതെല്ലാം ലോകങ്ങളുണ്ട്? നമുക്കുള്ളിൽ എന്തെല്ലാമുണ്ട്? ഇതൊക്കെ വളരെ ലളിതമായി സാധാരണക്കാരനും എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ വിശദീകരിക്കുകയാണ് ഈ ഗ്രന്ഥം.
തീർച്ചയായിട്ടും അതിന്റെ ആവശ്യമേ ഉള്ളൂ, അത്രയേ പറയേണ്ടതുള്ളൂ. കാരണം ആത്യന്തികമായിട്ടുള്ള ആത്മീയത അവതരിക്കുന്ന ഈ കാലത്ത് ലളിതമായിട്ട് കാര്യങ്ങളൊക്കെ പല രഹസ്യങ്ങളും നമുക്കറിയാം. എല്ലാ ഗ്രന്ഥങ്ങളിലും വേദങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ വരെ മായം കലർന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ യഥാർത്ഥ ആത്മീയ സരണികൾ വരെ ഇവിടെ ഇല്ലാതെയായിരിക്കുകയാണ്. ആന്തരികമായിട്ടുള്ള മനുഷ്യന്റെ ആത്മാവിനെ ഉണർത്തുന്ന അതിന്റെ ആദ്യ പടിയായി ആത്മഹൃദയത്തെ ഉണർത്തുന്ന തലം വരെ ലോകത്ത് ഇല്ലാതെയായിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ആത്മീയതയുടെ ബേസിക് വളരെ ലളിതമായിക്കൊണ്ട് പറയുകയാണ് ഈ ഗ്രന്ഥം. ഇത് കേവലമായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല. ഉന്നതമായിട്ടുള്ള ദാത്ത് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ഒരു ജുസ തന്നെ ഈ ഗ്രന്ഥത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഗ്രന്ഥം കേവലമായിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ട് കാണരുത്. തീർച്ചയായിട്ടും ആത്മീയ അന്വേഷികളായ ആരുമാകട്ടെ, നിങ്ങൾ അന്വേഷികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം വായിച്ചിരിക്കണം. ഈ ഗ്രന്ഥം നിങ്ങൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വായനയിൽ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അടുത്ത വായനയിൽ നിങ്ങളിലേക്ക് പല രഹസ്യങ്ങളും വെളിവാകും. നിങ്ങൾ അതിനെ വായിക്കുന്ന തലം പോലെ പല രഹസ്യങ്ങളും അതിൽ നിന്ന് വെളിവായിക്കൊണ്ടിരിക്കും. ഈ ഗ്രന്ഥം കേവലമായിട്ടുള്ള അക്ഷരമല്ല. ഈ ഗ്രന്ഥം തീർച്ചയായിട്ടും യഥാർത്ഥത്തിലേക്കും ഹക്കിലേക്കും നിങ്ങളെ എത്തിക്കും. അപ്പോൾ ഈ ഗ്രന്ഥം വായിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ കമന്റിലും നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. നിങ്ങളുടെ അഡ്രസ്സൊക്കെ അയച്ച് മെസ്സേജ് അയച്ചാൽ ഈ ഗ്രന്ഥം ഫ്രീ ആണ്, ഇതിന് ക്യാഷ് അടക്കേണ്ടതില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ആരാകട്ടെ, നിങ്ങളൊരു ആത്മീയ അന്വേഷികൾ ആണെങ്കിൽ ഈ ഗ്രന്ഥം നിങ്ങൾ വായിച്ചു നോക്കണം. ഇത് കേവലമായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല. അതിന്റെ പവിത്രതയോടെ വായിക്കാൻ താല്പര്യമുള്ളവർ, നിങ്ങൾ അന്വേഷികളാണെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും